ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമി ടി.വി. സീരീസിന്റെ സീസൺ 1 24ാമത്തെ എപ്പിസോഡാണ്. ഇതോടുകൂടി സീസൺ 1 അവസാനിച്ചു. ഇനിയുള്ളത് ബ്ലൂ ലോക്ക് ദ മൂവി എപ്പിസോഡ് നാഗി എന്ന് പറയുന്ന ഒരു മൂവിയാണ്. ഏകദേശം 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ആ മൂവി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ നാഗിനെയാണ്. സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിൽ ഇതേ സെയിം സ്റ്റോറിയാണ്, പക്ഷെ അത് നാഗിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുമാണ് കാണിക്കുന്നത്. സോ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴൊന്ന് കമന്റ് ചെയ്യാം, നമുക്ക് അതുപോലെ ചെയ്യാം. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ റിന്നൊരു ഗോൾ അടിച്ചത് കണ്ട് ഇസഗിക്ക് ഒരുപാടധികം സന്തോഷമാവുന്നു. അവർ രണ്ടുപേരും തമ്മിൽ ഒരു കെമിസ്ട്രി ക്രിയേറ്റ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞാനായിരിക്കും ഗോൾ അടിക്കുക എന്ന് അവൻ പറയുന്നു. സോ ഇസഗിയുടെ കൂടെ ചേർന്ന് അറിയോയോ അവോഷിയും അത് തന്നെ പറയുന്നു. അങ്ങനെ വീണ്ടും മാച്ച് ആരംഭിക്കുകയാണ്. ലോക്കിയുടെ കയ്യിലാണ് ഇപ്പോൾ ബോൾ ഇരിക്കുന്നത്. അവനെ തടയാൻ വേണ്ടി അവന്റെ മുമ്പിൽ തന്നെ ഇസഗി നിൽക്കുന്നുണ്ട്. എന്തുപറ്റി, അവൻ പാസ് ചെയ്യാൻ ആരെങ്കിലും തിരയുവാണോ എന്ന് ചിന്തിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുവാണ് ഇസഗി. പെട്ടെന്നത് ലോക്കി ഇസഗിയെയും മറികടന്ന് മുന്നോട്ട് വളരെ വേഗത്തിൽ ഓടുന്നു. ബാച്ചറിനെയും അവോഷിയെയും അറിയോയെയും മറികടന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് തന്നെ ഓടുന്നു. ഇത് കണ്ട് എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുന്നു. പെട്ടെന്നാണ് അവന്റെ മുമ്പിലോട്ട് റിൻ വരുന്നത്. നിനക്ക് നിന്റെ റൂട്ട് വളരെയധികം വ്യക്തമാണ്, അതിനനുസരിച്ചുള്ള ദീർഘവീക്ഷണവും നിനക്കുണ്ട്. പക്ഷേ ഞാൻ നിന്നെക്കാൾ ഒരുപാടധികം സ്പീഡാണ് എന്ന് പറഞ്ഞ് ലോക്കി വളരെ വേഗത്തിൽ റിന്നിനെയും മറികടന്ന് ഗോൾ പോസ്റ്റിന് നേരെ പോകുന്നു. ഇനി അവനെ തടയാൻ മുമ്പിൽ ഡിഫൻഡേഴ്സ് ഒന്നും ഇല്ലാത്തത് കണ്ട് പെട്ടെന്ന് തന്നെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. സോ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗോൾ അവർ സ്കോർ ചെയ്തിരിക്കുന്നു. ട്രിബ്ലിങ്ങും സ്പീഡും എല്ലാം ഒരുമിച്ച് ചെയ്യുന്നു. ആരുടെ ഇവൻ? ഇതുകൊണ്ടാണല്ലേ വേൾഡ് 5-ൽ ഒരാളായിട്ട് ഇവനും മാറിയത്. സോ അവന്റെ സ്പീഡ് കണ്ട് എല്ലാവരും അവനെ പറ്റി സംസാരിക്കുന്നു. കണ്ടത് ആസ്വദിക്കാതെ മര്യാദയ്ക്ക് ബോൾ എന്റെ അടുത്ത് കൊടുത്താ എന്ന് റിൻ അവരോട് പറയുന്നു. സോ വീണ്ടും മാച്ച് ആരംഭിക്കുകയാണ്. ഇപ്പൊ ബോളും കൊണ്ട് പോകുന്നത് റിന്നാണ്. പെട്ടെന്ന് ലോക്കി അവന്റെ മുമ്പിലോട്ട് വരുന്നു. എന്തുപറ്റി? അവന്റെ സ്പീഡ് കണ്ട സമയത്ത് പേടിച്ചു പോയോ? നിങ്ങൾക്ക് നല്ല രീതിയിൽ വിഷൻ ഉണ്ട്, പക്ഷേ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് ലൂണ വളരെ സിമ്പിൾ ആയിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ബോൾ എടുക്കുന്നു. ഹേയ് ബേബി, ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് പാബ്ലോക്ക് അവൻ ബോൾ പാസ് ചെയ്യുന്നു. ബാച്ചറ, ഞാൻ അവരെ നോക്കിക്കോളാം, നീ എനിക്ക് ബോക്സിലെത്താൻ ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞ് ബാബ്ലോയുടെ കയ്യിൽ നിന്നും ബോൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇസഗി. പെട്ടെന്നാണ് അവരുടെ രണ്ടുപേരുടെയും ഇടയിലൂടെ ഗോൾ പോസ്റ്റിന് നേരെ അവൻ ബോൾ കിക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ആ ബോൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അറിയോ. എന്നാൽ അങ്ങോട്ട് വന്ന സിൽവ അവനെയും തള്ളി മാറ്റി ആ ബോൾ അവൻ കിക്ക് ചെയ്യുന്നു. അയ്യോ, എനിക്ക് കുറച്ചുകൂടി വേഗത ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ബോൾ എനിക്ക് എടുക്കാൻ സാധിച്ചേനെ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആവോഷി. എന്നാൽ ഇതിനോടകം അങ്ങോട്ട് വന്ന ആടം അവനെയും തട്ടിമാറ്റി ആ ബോൾ കൈക്കലാക്കുന്നു. എന്ത്? അവോഷിയെ പോലും തട്ടിമാറ്റി ആ ബോൾ അവർക്ക് എടുക്കണമെങ്കിൽ സ്പീഡ്, ആന്റിസിപ്പേഷൻ, കിക്കിംഗ്, ജമ്പിംഗ്, ഫിസിക്കൽ സ്ട്രെങ്ത് ഓരോരുത്തരുത്തും ഓരോ പവറാണ്. അതും വളരെയധികം ഓവർ പവേഡാ എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. ഇതിനോടകം തന്നെ ആഡം ഒരു ഗോൾ കൂടി സ്കോർ ചെയ്യുന്നു. സോ ഇസഗിയും മറ്റുള്ളവരും അവരെ തടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഓരോരുത്തരും ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ച് ഇവിടെയുള്ളവരൊന്നും ഒന്നുമല്ല അല്ലേ. ഇതുപോലെയൊക്കെ ആവണമെന്നാ ഞാനും ആഗ്രഹിച്ചത്. ഫുട്ബോൾ ശരിക്കും അമേസിംഗാ. ഇനിയും അവസാനിച്ചിട്ടില്ല. ഇല്ല, ഞാൻ വിട്ടുതരില്ല, നമ്മൾ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞ് ലൂണയുടെ കയ്യിൽ നിന്നും ബോൾ എടുക്കാൻ ശ്രമിക്കുകയാണ് റിൻ. ഹേയ്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിന്റെ ബ്രദറിനെ പോലെ തന്നെയാ നീയും. മറ്റുള്ളവരെല്ലാവരും തോറ്റുപോയി, ഇനി മുന്നോട്ട് വരാൻ സാധിക്കില്ലെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇനിയും വിജയിക്കുമെന്നുള്ള നിന്റെ ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമായി. എന്റെ കയ്യിൽ നിന്നും ഈ ബോൾ എടുക്കാൻ പറ്റുമെന്ന് നീ സ്വപ്നം പോലും കാണണ്ട എന്ന് പറഞ്ഞ് ലൂണ അവന്റെ കാലിനിടയിലൂടെ ആ ബോൾ തട്ടുന്നു. നീ വീണ്ടും തെറ്റ് ചെയ്തല്ലോ. ഇത്രയും സിമ്പിളായിട്ട് നിന്റെ കാലിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. കാണുന്നവർ നീ ഒരു മണ്ടനാണെന്ന് വിചാരിക്കും എന്ന് പറഞ്ഞ് ലൂണ അവസാനത്തെ ഗോളായിട്ടുള്ള 5ാമത്തെ ഗോളും അടിക്കുന്നു. ഹേയ്, ആരും ഇനി ഡിപ്രസ് ആവുമൊന്നും വേണ്ട, ഇത് ജസ്റ്റ് അസിസ്മെന്റ് മാത്രമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങളുടെ സ്കിൽ എത്രത്തോളം ഉണ്ടെന്ന്? ഇനി ഈഗോക്ക് കുറച്ച് നല്ലപോലെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വിജയിക്കാൻ സാധിക്കൂ. അടുത്ത പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കുറച്ച് ടഫായിട്ട് താ എന്നും പറഞ്ഞ് കൂളായിട്ട് അവരവിടെ നിന്നും പോകുന്നു. സോ ഇവരാണ് മികച്ചതെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ലെന്ന് ഇവരെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുവന്നത്. ഇതിൽ ഇവർ തോറ്റത് കൊണ്ട് ഇവരുടെ ടീം ചേഞ്ച് ചെയ്യാനൊന്നും പോകുന്നില്ല. സോ എല്ലാവരും അവരുടെ കഴിവെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ അവരുടെ മുമ്പിൽ തോറ്റുപോയത് കൊണ്ട് റിന്നിന് തന്നോട് തന്നെ ഒരുപാട് ദേഷ്യം തോന്നുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഈഗോനെയും അതിന്റെ മറ്റ് സ്പോൺസേഴ്സിനെയുമാണ്. ഹേയ്, എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ ബ്ലൂ ലോക്കിന്റെ പേരും പറഞ്ഞ് ഒരുപാട് പണം ഇവിടെ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രൈക്കറിന്റെ പേരും പറഞ്ഞ് സമയവും ഒരുപാട് പണവും നിങ്ങൾ വേസ്റ്റ് ചെയ്തു. ശരിക്കും ഈ ലോകം എന്താണെന്ന് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഇതുപോലെയുള്ള പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കുക എന്ന് പറയുവാണ് സ്പോൺസേഴ്സ്. ഒരു യങ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറെ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ് എന്റെ പ്ലാൻ. വയസ്സായിട്ടുള്ള നിങ്ങൾക്കൊന്നും അത് മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്നും പോവാം എന്ന് ഈഗോ അവരോട് പറയുന്നു. ഇത് കേട്ട് അവർക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നു. ശരി, ഇനി എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല.
ഈ ബ്ലൂ ലോക്ക് പ്രൊജക്ട് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാ എന്ന് പറയുവാണ് ജപ്പാൻ ഫുട്ബോൾ യൂണിയൻ സ്പെഷ്യൽ അഡ്വൈസർ. വന്ന് പേരൻസ് എല്ലാവരും കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പ്രൊജക്ടിന്റെ ശരിയായിട്ടുള്ള എയിം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം ആർക്കും ശരിയായിട്ട് അറിയില്ല. അത് മാത്രമല്ല, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് പണം ചെലവാക്കിയിട്ടും അവരൊക്കെ ഇംപ്രൂവ് ആവുന്നുണ്ടെന്നുള്ളതിന് എന്താ ഇത്ര ഉറപ്പ്? ഓ, അതാണോ പ്രശ്നം? അത് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്തു തരാം എന്ന് ഈഗോ അവരോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഇസഗീനെയാണ്. കഴിഞ്ഞ മാച്ചിൽ പരാജയപ്പെട്ട സമയത്താണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ഈ ബ്ലൂ ലോക്ക് കാരണം അവരുടെ ആ സ്ഥാനത്തെത്താൻ ഇവർക്കൊരു അവസരം കിട്ടിയിരിക്കുവാണ്. അവരെ പോലെയുള്ള പ്ലേയേഴ്സിന്റെ കൂടെ കളിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്ഥാനത്തെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും. സോ ഇതൊക്കെ കേട്ടിട്ടും റിൻ അവിടെ മിണ്ടാണ്ടിരിക്കുവാണ്. എല്ലാവരും അവസാനം തോറ്റുകൊടുത്ത സമയത്തും അവൻ മാത്രമാണ് വിജയിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പോരാടിയത്. സോ അവനെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുവാണ് ഇസഗി. സൺഡേ, മൺഡേ, വെനസ്ഡേ. ഇഡിയറ്റ്, നിനക്ക് സൺഡേ എന്ന് പറയാൻ പോലും അറിയില്ല. നീയൊക്കെ എങ്ങനെയാണ് ഹൈസ്കൂൾ വരെ എത്തിയത്? സോ അവരൊക്കെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. റിനിന് ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് അവനോടാണ് എല്ലാവരും എല്ലാം ചോദിക്കുന്നത്. എന്ന ഇതേ സമയം ഇസഗി ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ റിന് തലയിലും കൈവച്ച്, ഡേയ്, ഞാൻ നിങ്ങളുടെ ടീച്ചറൊന്നുമല്ല. അതെ, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഐ ക്യാൻ ഫ്ലൈ. ഡേയ്, നീയൊക്കെ കളിക്കുവാണോടാ? വേണ്ടാന്ന് വിചാരിക്കുമ്പോ തല കീറുന്നോ? ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് റിൻ. സോ സെലക്ഷൻ പ്രോസസ് എല്ലാം തന്നെ അവസാനിച്ചു എന്ന് മൈക്കിൽ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ മെയിൻ ഹാളിലോട്ട് വരേണ്ടതാണ് എന്ന് അവിടെ അനൗൺസ് ചെയ്യുന്നു. സോ അങ്ങോട്ട് ആദ്യം വരുന്നത് ഇസഗിയും ടീമുമാണ്. അടുത്തത് ഏത് ടീമാണ് അങ്ങോട്ട് വരാൻ പോകുന്നതെന്ന് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നാഗിയും മറ്റുള്ളവരും അങ്ങോട്ട് വരുന്നത്. സോ അവരെ കണ്ടപ്പോ ഇസഗിക്ക് ഒരുപാടധികം സന്തോഷാവുന്നു. ഞങ്ങൾ ഇവിടെ നിന്നും പുറത്തു പോകുമെന്ന് വിചാരിച്ചോ നീ എന്ന് പറഞ്ഞു ബാറോ അവനെ പിടിച്ചു പൊക്കുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ വന്നപ്പോ എനിക്ക് നല്ല രീതിയിൽ സന്തോഷമായി. സോ അടുത്തത് വീണ്ടും 5 പേര് അങ്ങോട്ട് വരുന്നു. ഇവരെ ആരെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ആരുടെ ഇതൊക്കെ? ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. അത് ശരി, ഇവിടെ നമ്മൾ മാത്രം കഷ്ടപ്പെട്ടു എത്തുമെന്ന് നീ വിചാരിച്ചോ? എന്തെങ്കിലും ആവട്ടെ. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. പിന്നീട് 4ാമത്തെ ടീമും അങ്ങോട്ട് വരുന്നു. സോ ഇവരെയും ആരെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ 5ാമത്തെ ടീമും അങ്ങോട്ട് വരുന്നു. ഹേയ് നീക്കോ, നീ തീർച്ചയായിട്ടും നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ നിന്നോട് ആദ്യം തന്നെ പറഞ്ഞതല്ലേ നിന്നെ ഇല്ലാതാക്കാൻ ഞാൻ വരുമെന്ന്. അപ്പോഴാണ് അവരാ കാര്യം ശ്രദ്ധിക്കുന്നത്. നീക്കോയുടെ ടീമിൽ 5 പേരില്ല, 4 പേർ മാത്രമേ ഉള്ളൂ. സോ ഒരാൾക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് അങ്ങോട്ട് വരാൻ സാധിക്കില്ലെന്ന് അനൗൺസ് ചെയ്യുന്നു. എന്ത്, നിഷിയോക്കെയോ എന്ന് പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുവാണ് ആവോഷി. വേൾഡ് 5ന്റെ കൂടെ പോരാടാൻ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് അറിയോയും പറയുന്നു. പിന്നീട് 6ാമത്തെ ടീമും അങ്ങോട്ട് വരുന്നു. റൈച്ചി, ഗിൻ. ഇതേ സമയമാണ് 11th ടീമും അങ്ങോട്ട് വരുന്നത്. അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഇഗ്രാഷി നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ഇവരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇഗ്രാഷി ആയിരുന്നല്ലോ ബ്ലൂ ലോക്കിൽ വന്ന ഏറ്റവും വീക്ക് ആയിട്ടുള്ള പ്ലെയർ. ഇവനെങ്ങനെയാ ഇവിടെ വരെയൊക്കെ എത്തിയേ എന്ന് പറഞ്ഞ് അവർ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. സോ അവരുടെ ടീമിൽ തന്നെയാണ് റിയോയും നിൽക്കുന്നത്. അവസാനമായിട്ട് വരാൻ പോകുന്നത് കുനിഗാമി ആയിരിക്കും എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇസഗി. പക്ഷേ അത് കുനിഗാമി ആയിരുന്നില്ല, അവന്റെ പേര് ഷിഡോ. അവസാനത്തെ മെമ്പർ അവനാണ്. ഇത് കണ്ട് ഇസഗിയെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കുനിഗാമി എവിടെ? സോ ബ്ലൂ ലോക്കിന്റെ 3rd സെലക്ഷനിൽ സെലക്ട് ആയിട്ടുള്ള എല്ലാവരും ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നു. ഹേ റിയോ, കുനിഗാമി എവിടെ? ഞങ്ങൾ കളിച്ച മാച്ചിൽ ഞങ്ങൾ തോറ്റുപോയി. ഇവരെന്നെ തെരഞ്ഞെടുത്തു. വേൾഡിലെ ബെസ്റ്റ് സ്ട്രൈക്കർ ആവാൻ യോഗ്യതയില്ലാത്തവനായിരുന്നു അവൻ. ഇത് കേട്ട് ഇസഗി കൂടെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇല്ല, അവൻ എങ്ങനെയാ തോറ്റേ? അവനെ മൊത്തമായിട്ട് പാക്ക് ചെയ്ത് പുറത്തോട്ട് അയച്ചത് അത് ഞാനാ. പക്ഷേ അവന് നല്ല ഫിസിക്കൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഗെയിമിന് നല്ല രീതിയിൽ ഹോണസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ഗെയിമിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് മാറിയിട്ട് വളരെ മാസായിട്ട് എന്നെ കളിക്കണം. എന്നാൽ മാത്രമേ വേൾഡ് ബെസ്റ്റ് സ്ട്രൈക്കർ ആവാൻ സാധിക്കൂ. ഡേയ് വായടക്ക്. കുനിഗാമിയെ പറ്റി നിനക്കൊന്നും അറിയില്ല. സോ മിണ്ടരുത്. അവനെ പറ്റി അറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പക്ഷെ നിന്നെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ ഷിഡോ അവനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ ചീകരി അവനെ അതിൽ നിന്നും രക്ഷിക്കുന്നു. സോ ഇത് കണ്ട് ടെൻഷനായ ബാച്ര അവനുമായിട്ടൊരു ഫൈറ്റിന് എന്നെ തയ്യാറാവുന്നു. എന്നാ പെട്ടെന്നാണ് അങ്ങോട്ട് ഈഗോ വരുന്നത്. ഹേയ്, എല്ലാവരും ഒതുങ്ങിയിരിക്കുക. ഡയമണ്ട് പോലെ ഇരിക്കണമെന്ന് വിചാരിച്ച് ഇത്രയും റഫ് ആവാൻ പാടില്ല. ഇങ്ങോട്ട് ആര് വന്നു ആര് വന്നില്ലെന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിങ്ങൾ ആരുമല്ല. ഒരു ചെറിയ അശ്രദ്ധ മതി നിങ്ങളുടെ ഫുട്ബോൾ കരിയർ തന്നെ ഇല്ലാതാവാൻ. ഒരു വേസ്റ്റ് കുട്ടയിൽ വീണു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വേസ്റ്റ് ആയിരിക്കും. എത്ര ശ്രമിച്ചാലും പഴയതുപോലെ ആവാൻ സാധിക്കില്ല. നിങ്ങൾ ഓരോരുത്തരും ഒരുപാടധികം കഷ്ടപ്പെട്ടു ഓരോരുത്തരെയും തോൽപ്പിച്ചിട്ടാണ് ഇതുവരെ എത്തിയിരിക്കുന്നത്. എന്നാൽ വേൾഡ് 5നെ തോൽപ്പിക്കുന്നത് അത്രയും സിമ്പിൾ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോൾ തന്നെ ജാപ്പനീസ് ഫുട്ബോൾ യൂണിയൻ ഈ ബ്ലൂ ലോക്ക് ക്യാൻസൽ ചെയ്യണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. വേൾഡ് 5ന്റെ കൂടെ പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത്രയൊന്നും ചെയ്തതിൽ യാതൊരു അർത്ഥവും കാണില്ല. അവരെ തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കുമെന്ന് ചാലഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.
സോ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാടധികം കഷ്ടപ്പെട്ടേ പറ്റൂ. അടുത്ത സെലക്ഷൻ പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും. ഇനി നടക്കാൻ പോകുന്ന ജപ്പാനിലെ U20 മാച്ചിൽ ഞാൻ തെരഞ്ഞെടുക്കാൻ പോകുന്ന ബ്ലൂ ലോക്കിലെ 11 പേർ ഒരു ടീമായിട്ട് കളിക്കും. ഇനി 3 ആഴ്ചക്കുള്ളിൽ തന്നെ ആ മാച്ച് ആരംഭിക്കുന്നതായിരിക്കും. ഇതിന്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന പൊസിഷനിൽ വേണം ഞാൻ തെരഞ്ഞെടുക്കാൻ പോകുന്ന പ്ലേയേഴ്സ് നിൽക്കാൻ. U20 കളിക്കാൻ പോകുന്ന എല്ലാവരും നിങ്ങളെക്കാൾ വലിയവരാണ്. മാത്രമല്ല അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടീമുമാണ്. ഡിഫൻഡർ, മിഡ്ഫീൽഡർ, ഫോർവേഡർ, ഗോൾ കീപ്പർ ഇവരെയൊക്കെ അടങ്ങുന്ന ഒരു പ്രോപ്പർ ടീമാണ് അവരുടേത്. എന്നാൽ നിങ്ങളെല്ലാവരും ഫോർവേഡർ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഒരുപാടധികം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും അവരെ എതിർത്ത് നിങ്ങൾ വിജയിച്ചാൽ തീർച്ചയായിട്ടും ജപ്പാൻ അണ്ടർ ടീമിൽ നിങ്ങളെ കൊണ്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ ഇത് നിങ്ങളുടെ ലൈഫ് ടൈം സെറ്റിൽമെന്റ് മാച്ചാണ്. ജാപ്പനീസ് ഫുട്ബോൾ ടീമിന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അതിലും വലിയ നാണക്കേട് വരാനില്ല. ഇത്രയൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മറ്റുള്ളവർ കളിയാക്കി നിങ്ങളെ നോക്കി ചിരിക്കുന്നത് കാണണോ, അതോ നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ലെന്ന് പറഞ്ഞവരുടെ വായടപ്പിക്കണോ? ഒരുപാടധികം ആലോചിച്ച് നിൽക്കാനൊന്നും സമയമില്ല. ഇറങ്ങി അടിക്കേണ്ട സമയമായി. ജാപ്പനീസ് ഫുട്ബോൾ ടീമിനേക്കാൾ നിങ്ങളാണ് ബെസ്റ്റ് എന്ന് എല്ലാവർക്കും തെളിയിക്കേണ്ട സമയമായി. ജപ്പാൻ ടീമിൽ നിങ്ങൾക്കെതിരെ മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ ഇറ്റഷി ഷായും കാണും. സോ ഇപ്പോ ഇതെല്ലാം ഒരു ലൈനിൽ വെച്ച് കളിക്ക്. 35 പേരുടെയും ഈഗോയും ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരണം. ഓരോരുത്തരുടെയും വെപ്പൺ ഉപയോഗിച്ച് വേൾഡ് ബെസ്റ്റ് പ്ലെയർ ആവാൻ ശ്രമിക്കണം. ജപ്പാൻ അണ്ടർ 20 ടീമിലിരിക്കുന്നത് നിങ്ങളുടെ ഒക്കെ ഡ്രീം അല്ലേ? ആ ഡ്രീം റിയൽ ആക്കണമെങ്കിൽ അതിന് യുദ്ധം ആവശ്യമാണ്. അതിൽ വിജയവും അനിവാര്യമാണ്. കമോൺ ഡയമണ്ട്സ്, നിങ്ങൾ എത്രത്തോളം റഫാണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എന്ന് ഈഗോ അവരോട് പറയുന്നു. അന്ന് ആ മാച്ചിൽ എന്റേതല്ലാത്ത കാരണം കൊണ്ട് ഞാൻ തോറ്റ സമയത്ത് എന്റെ ജീവിതം അവസാനിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. എന്നാ വേൾഡിലെ ബെസ്റ്റ് ആവാൻ എനിക്കൊരു അവസരം കൂടി കിട്ടിയിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവരുടെ എല്ലാം മുമ്പിൽ ഇസഗി എന്ന ഞാൻ കാണും. ഞാൻ അടിക്കുന്ന ഒരു ഗോൾ കൊണ്ട് ഹിസ്റ്ററി തന്നെ ഞാൻ മാറ്റിമറിക്കും. വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കർ ആയിട്ട് മാറാൻ പോകുന്നത് അത് ഞാൻ മാത്രമായിരിക്കും.